കാലിടറി വീണവരെയും കൂട്ടം തെറ്റിയവരെയും ചേർത്ത് പിടിച്ച് പ്രതീക്ഷയുടെ പുതുപുലരികളിലേക്ക് നയിക്കാൻ വിണ്ണിലെ മണ്ണിലേക്ക് എത്തിച്ച രക്ഷകന്റെ ആഗമനം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. രക്ഷകനെ കാത്ത്. കേട്ടാലും ഹെരോദേസ് രാജാവിന്റെ കൽപ്പന, രാജ്യത്തെ എല്ലാ പൗരന്മാരും കരം കൊടുക്കേണ്ടതായ വെള്ളി നാണയങ്ങൾ 3 ദിവസത്തിനകം അടച്ചു തീർക്കേണ്ടതാണ്. ഇതിന് വീഴ്ച വരുത്തുന്നവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി അത്തരക്കാരെ തുറങ്കിലടയ്ക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ രാജാവിന്റെ മനസ്സ് ഇത്ര കല്ലായി പോയല്ലോ. ഇതിലും ഭേദം കുലത്തോടെ തീരുന്നതായിരുന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണല്ലോ. എന്റെ ദൈവമേ, ദൈവമേ, നീ നമ്മളെ കാണുന്നില്ലേ? നീ ഞങ്ങളെ വിളിച്ചോ? അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ കരം കൊടുത്ത് മുടിയുകയാണല്ലോ. വേലി തന്നെയാണല്ലോ വിളവുന്നത്. നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണല്ലോ നമ്മെ നശിപ്പിക്കുന്നത്. സാരമില്ല, എല്ലാവരും സമാധാനിക്കൂ. ഇനി ഇത്തിരി വെള്ളം കുടിക്കാം. കണ്ണു തുറക്കണമേ. ശരിയാ, താടി കൂട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു. വേഗം വീടെത്തിയില്ലെങ്കിൽ നമ്മൾ വീണു പോകും. ഇത് നമ്മുടെ വിധിയാ. കഷ്ടപ്പെടാനായി മാത്രം ഒരു ജന്മം. സമാധാനിക്കും മക്കളെ, എല്ലാം ഒരു ദിവസം നേരെയാകും. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കൂ. നമ്മുടെ രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ചോദ്യങ്ങളില്ല, അനുസരണ മാത്രം. നിനക്കത് ഓർമ്മയിരിക്കട്ടെ. ഇനിയൊരിക്കലും ഇത്തരം കാര്യങ്ങളുമായി നീയോ നിന്റെ വർഗമോ ഈ കൊട്ടാര വായ്ക്കിൽ എത്താൻ പാടില്ല. ഇതുവരെ വന്നില്ലല്ലോ. വരേണ്ട സമയവും കഴിഞ്ഞു.
പറയരുത് സാറ, അങ്ങനെ പറയരുത്. ഒരു ദിവസം അവൻ വരും, നമ്മുടെ രക്ഷകൻ. അവൻ നമ്മുടെ കഷ്ടതകൾക്ക് ഒരു അറുതി വരുത്തും. വേണം, നമ്മൾ പട്ടിണിയാണെങ്കിലും അവയെ പന്നം കിടത്താൻ വയ്യല്ലോ. ഞാൻ വന്നത് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന്. ഇവിടെ ഒന്നുമില്ല. ഞാൻ മക്കളെ ഓർത്ത് അങ്ങ് വരാനിരിക്കുകയായിരുന്നു. ഇന്നലെയും മിനിയാന്നും മുഴു പട്ടിണി തന്നെ. ഇനി ഇന്നെന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം? ഒക്കെ അറിയാം, പക്ഷെ എന്താണൊരു വഴി? ഹെറോദസ് രാജാവിനെ ഒരിക്കൽ കൂടി പോയി കണ്ടാലോ? വേണ്ട, ഇപ്പോൾ പട്ടിണിയാണെന്നേ ഉള്ളൂ. ഇനി എന്റെ മക്കൾക്ക് അച്ഛനില്ലാതാക്കരുത്. അമ്മ വിശക്കുന്ന അമ്മ. സമാധാനിക്കുന്നു. ഒരാടിനെ ഞാൻ കൊന്നു, വേറെ നിവൃത്തിയില്ല. നിങ്ങൾ അതിനെ പാകം ചെയ്ത് കഴിക്കുക. കുറച്ച് യാക്കോബിന്റെ വീട്ടിലും കൊടുത്തേക്കും. അവിടെയും കൊച്ചു കുട്ടികൾ ഉള്ളതല്ലേ. അപ്പോ നിങ്ങൾ കഴിക്കുന്നില്ലേ? എനിക്കിത് ഇറങ്ങുക സാറാ. ഓമനിച്ച് വളർത്തിയതല്ലേ. എന്നാലും മക്കളുടെ വിശപ്പ് കാണാൻ വയ്യ. ഞാൻ ആടുകളെയും കൊണ്ട് പോട്ടെ. അതാ അവർ ആടുകളെയും കൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അതാ അങ്ങോട്ട് നോക്കൂ, കിഴക്കൊരു നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. പുതിയൊരു പുലരി വിടന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. പുതിയൊരു പുലരി വിടന്നു മഞ്ഞിൽ,
മണ്ണിൽ